ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കരൾ രോഗബാധിതനായ ബിനോജിനായി കട്ടപ്പന നഗരസഭ ജനകീയ സമിതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. 16 ലക്ഷം രൂപയാണ് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സമാഹരിച്ചത്. വാർത്ത കാണാം. കട്ടപ്പന നഗരസഭയിൽ അമ്പലക്കവലയിൽ താമസിക്കുന്ന ബിനോജ് ബാലൻ പുത്തൻപുരയ്ക്കൽ എന്നയാൾ ദുബായിൽ അസുഖബാധിതനാവുകയും അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയുമാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ പ്രതിവിധിയുള്ളൂ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Presented by Santa Monica Study Abroad. പഠിക്കാമിനി അതിരുകളില്ലാതെ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ പ്രതിവിധിയുള്ളൂവെന്നാണ് ദുബായ് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയ ദുബായിൽ അസാധ്യമായതുകൊണ്ട് രോഗിയെ എയർ ആംബുലൻസിൽ കേരളത്തിലെത്തിക്കുന്നതിനും തുടർ ചികിത്സകൾ നടത്തുന്നതിനും ഏകദേശം 50 ലക്ഷം രൂപ ആവശ്യമാണ്. ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് രൂപം നൽകുകയും നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ചെയർമാനായും SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ച ചികിത്സാ ധനസഹായത്തിന് യൂണിയൻ ബാങ്ക് കട്ടപ്പന ശാഖയിൽ 35200100425006 എന്ന നമ്പറിൽ ബാങ്ക് അക്കൌണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദുബായിലെ ആശുപത്രിയിൽ കഴിയുന്ന ബിനോജ് പുത്തമ്പുരയിലെ അവിടെ നിന്നും കേരളത്തിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അവിടെ നിന്നും കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ദുബായിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്. ആ മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ അമൃത ഹോസ്പിറ്റലിനെ കൈമാറി അവരത് പരിശോധിച്ച് ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള അക്സെപ്റ്റൻസ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ വിനോദിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ സമർപ്പിക്കേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ തയ്യാറാക്കി അവിടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നും എംബസി വഴി ആളിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കേണ്ടത്. അതിന് ആവശ്യമായി വരുന്ന പണം സമാഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ ശ്രമത്തിൽ നമുക്ക് 16,15,000 രൂപ നമുക്കിപ്പോൾ സമാഹരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം രൂപ നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ ഫണ്ട് സമാഹരണം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ അടിയന്തര ആവശ്യത്തിന് നമുക്ക് വേണ്ടി വരുന്നത് 25 ലക്ഷം രൂപയും അതിനുശേഷം വേണ്ടി വരുന്നത് 25 ലക്ഷം രൂപയും എന്നുള്ള രണ്ടായിട്ട് തിരിച്ചാണ് നമ്മൾ ഈ പണസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ പകുതി നമുക്ക് പെട്ടെന്ന് തന്നെ സമാഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും അക്കൗണ്ടിലേക്ക് ആളുകൾ പൈസ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റായ 25 ലക്ഷം രൂപയിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ആളുകൾ കൂടി ഒന്ന് കൈയച്ച് ഒന്ന് സഹായിക്കാൻ തയ്യാറായാൽ നമുക്ക് പെട്ടെന്ന് അവിടെ തന്നെ എത്താനായിട്ട് കഴിയും. കാരണം കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന ചിലവും പിന്നെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഒരു സഹായത്തോടു കൂടി മാത്രമേ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെല്ലാം കൂടി വേണ്ടി വരുന്നത് ഒരു 25 ലക്ഷം രൂപ ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് ആദ്യത്തെ ഒരു പകുതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വളരെ ഇമ്മീഡിയറ്റ് ആയി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പകുതി നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി കുറച്ചുകൂടി വ്യാപകമായ നിലയിൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഒരു കളക്ഷൻ കൂടി നടത്താം എന്നുള്ളതാണ് ഈ ജനകീയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ വിനോദിനെ കേരളത്തിലെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ജനകീയ സമിതിക്കുള്ളത്. എത്രയും വേഗം വിനോദിനെ കേരളത്തിലെത്തിച്ച് തുടർ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള ജനകീയ സമിതിയുടെ ശ്രമത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ജനകീയ സമിതി ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ ബിജു മാധവൻ എന്നിവർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Presented by Santa Monica Study Abroad. പഠിക്കാമിനി അതിരുകളില്ലാതെ.